CP രാധാകൃഷ്ണനെ രാജ്യത്തിന്റെ 15ാമത് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുത്തു എന്ന വാർത്തയാണ്. 482 വോട്ടുകൾക്കാണ് NDA സ്ഥാനാർത്ഥിയുടെ ജയം. 14 വോട്ടുകൾ NDAക്ക് അധികമായി ലഭിച്ചു. ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി സുദർശൻ റെഡ്ഡിക്ക് ലഭിച്ചത് 300 വോട്ടുകൾ മാത്രമാണ്. നോബൽ ബാരിക്കാരനുണ്ട്. നോബൽ ബാരിക്കാരൻ, CP രാധാകൃഷ്ണന്റെ വിജയം നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നതാണ്. കണക്കുകളിൽ മറ്റു മാറ്റമൊന്നും സംഭവിക്കില്ല എന്നാണ് കരുതിയത്. പക്ഷേ വിള്ളലുണ്ടായത് ഇന്ത്യ സഖ്യത്തിന്റെ വോട്ടുകളിലാണെന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്നു. 14 വോട്ടുകളാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്നതനുസരിച്ച് ഇന്ത്യ സഖ്യത്തിൽ വിള്ളലുണ്ടായിരിക്കുന്നത്. അത് സുദർശന് കിട്ടേണ്ട വോട്ടുകൾ CP രാധാകൃഷ്ണന് കിട്ടിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഈ വിള്ളലിനെ നമ്മൾ കാണേണ്ടത്? CP രാധാകൃഷ്ണനെ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുത്തുകൊണ്ടുള്ള ഫലപ്രഖ്യാപനത്തെ വായിച്ചെടുക്കേണ്ടത്? നോബൽ ബാരിക്കാരൻ. അരുൺ, രാജ്യത്തിന്റെ 15ാമത് ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ സഖ്യത്തിന് ഒരു തിരിച്ചടി ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം 315 വോട്ടുകൾ ഇന്നിപ്പോൾ നേടും എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ ജയറാം രമേശ് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ വ്യക്തമാക്കിയത്. പക്ഷേ വോട്ട് കിട്ടിയപ്പോൾ അതിൽ 300 വോട്ട് മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. 15 വോട്ടുകൾ ഇന്ത്യ സഖ്യത്തിന് അവരുടെ സ്വന്തം പെട്ടിയിൽ കുറവുണ്ട് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സഖ്യം ഒറ്റക്കെട്ടായാണ് സുദർശൻ റെഡ്ഡി എന്ന സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചത്. പക്ഷേ അതിന് വലിയ വിള്ളൽ ഉണ്ടായിക്കൊണ്ട് മിന്നുന്ന വിജയം നേടാൻ എന്താണെങ്കിലും NDA കഴിഞ്ഞിരിക്കുന്നു. CP രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയായിരിക്കുന്നു. മൊത്തം ഇന്നിപ്പോൾ പോൾ ചെയ്ത് 752 വോട്ടുകളാണ്. ഇതിൽ 15 വോട്ടുകൾ അസാധുവായെങ്കിൽ പോലും CP രാധാകൃഷ്ണന് 452 വോട്ടുകൾ, അതായത് അദ്ദേഹത്തിന്റെ വിജയം എന്ന് പറയുന്നത് 152 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയം നേടിയിരിക്കുന്നത്. സ്വാഭാവികമായും വലിയ വിജയമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിൽ നേടുന്നു എന്ന് വ്യക്തമാക്കുമ്പോഴും വലിയ തരത്തിൽ, അതായത് പ്രത്യേകിച്ച് BRS അതോടൊപ്പം തന്നെ BJD ഒപ്പം അകാലിദൾ അടക്കമുള്ള പാർട്ടികളൊക്കെ വിട്ടുനിന്നിട്ട് പോലും ഇത്ര ഒരു വിജയം നേടാൻ കഴിഞ്ഞു എന്നത് ഇന്ത്യ സഖ്യത്തിന് വലിയ തരത്തിലുള്ള തിരിച്ചടി തന്നെയാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോയി എന്നൊക്കെയാണ് ഇന്ന് രാവിലെ KC വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കിയത്. പക്ഷേ എങ്കിൽ പോലും വിള്ളൽ ഉണ്ടായിരിക്കുന്നു. കൃത്യമായി തന്നെ ഒരു വോട്ട് ചോർച്ച ഇതിൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം. നേരത്തെ YSR കോൺഗ്രസിന്റെ 11 വോട്ടുകളും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിന് ചോർന്ന 14 വോട്ടുകൾ ചേർന്നപ്പോൾ 25 വോട്ടുകൾ അധികമായി തന്നെ ഇവരുടെ പെട്ടിയിലേക്ക് വന്നിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം. എന്നാൽ നിലവിലത്തെ സാഹചര്യത്തിൽ വലിച്ചുകീറിയുള്ള ഒരു പരിശോധന ഇതിൽ ആവശ്യമായി വരും ഇന്ത്യ സഖ്യത്തിന് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം കൃത്യമായി തന്നെ വോട്ടുകൾ ചോർന്ന പശ്ചാത്തലത്തിൽ അത് കൃത്യമായി പരിശോധിച്ച് മുന്നോട്ട് പോകേണ്ടി വരും എന്നതും യാഥാർത്ഥ്യമാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ എങ്കിൽ പോലും വലിയ തരത്തിലുള്ളൊരു പരാജയം, അതോരോ കൃത്യം വോട്ടുകൾ പോൾ ചെയ്തെങ്കിൽ പോലും അതിന് വോട്ടുകൾ ഭിന്നമായി NDAയിലേക്ക് പോകുന്ന സാഹചര്യം ഇന്ത്യ സഖ്യത്തിന് ഒട്ടും ശുഭകരമല്ല. പ്രത്യേകിച്ച് ബീഹാർ അടക്കമുള്ള ഇലക്ഷൻ വരാൻ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ വോട്ട് ചോർച്ച വലിയ ആശങ്കയാവുന്നതും. താങ്ക് യു. നോബൽ ബാരിക്കാരനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇന്ത്യ സഖ്യത്തിന്റെ 14 വോട്ടുകൾ ചോർന്നുപോയിരിക്കുന്നു എന്നുള്ളതാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നിന്ന് വരുന്ന രാഷ്ട്രീയ കൗതുകം. പ്രിയപ്പെട്ടവരെ,